തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദൂരദർശനിലും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോയിലും സമയം അനുവദിച്ചിട്ടുണ്ട്. ഇങ്ങനെ അനുവദിച്ച സമയത്തിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഫോർവേഡ് ബ്ലോക്കിൻ്റെ ജനറൽ സെക്രട്ടറി G. ദേവരാജനും തങ്ങളുടെ പ്രസംഗം നടത്താൻ വേണ്ടിയുള്ള കണ്ടന്റ് ഈ ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയ്ക്കും കൈമാറി. പക്ഷേ അതിൽ സുപ്രധാനമായ ചില മാറ്റങ്ങൾ വരുത്താൻ, ചില പദങ്ങൾ ഉപയോഗിക്കരുതെന്ന നിർദ്ദേശമാണ് ഇരുവർക്കും ലഭിച്ചത്. ഇപ്പോൾ നമ്മളോടൊപ്പം ദേവരാജൻ ചേരുന്നുണ്ട്. അങ്ങ് നൽകിയ ടെക്സ്റ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനാണ് ഈ ദൂരദർശനും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോയും ആവശ്യപ്പെട്ടത്? സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ സംസാരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ടെക്സ്റ്റ് അവർക്ക് അയച്ചു കൊടുക്കുകയും അവരത് അപ്രൂവ് ചെയ്തതിന് ശേഷം റെക്കോർഡിങ്ങിനുള്ള സമയം തരികയും ആ റെക്കോർഡിംഗ് സമയത്ത് നമ്മൾ ഇന്ന് അത് സംസാരിച്ച് കൊടുക്കുകയും അതിന് ശേഷമാണ് പ്രക്ഷേപണം ചെയ്യുകയും ചെയ്യുന്നത്. ഇത്തവണ നമ്മൾ കൊടുത്ത പ്രസംഗത്തിൽ ഈ പൗരത്വ നിയമ ഭേദഗതി, ആ പൗരത്വ നിയമ ഭേദഗതി അങ്ങേയറ്റം മുസ്ലിം വിവേചനപരമാണ് എന്നുള്ള ഒരു വാചകം എൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു. അതിൽ മുസ്ലിം എന്ന പദം ഒഴിവാക്കണം എന്ന് ദൂരദർശനിൽ നിന്നും ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നും എന്നോട് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശമനുസരിച്ചുള്ള ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള ആവശ്യമാണ് എന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആ പദം ഒഴിവാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം മറ്റ് മതങ്ങൾക്കോട് കാണിക്കുന്ന വിവേചനമല്ല മുസ്ലിങ്ങളോട് തികച്ചും മുസ്ലിങ്ങളുടെ വിവേചനപരമാണ് ഈ ഭേദഗതി എന്നുള്ളതായിരുന്നു എൻ്റെ വാദം. ഒടുവിൽ അവരെ സമ്മതിച്ചില്ല. ആ വാചകം തന്നെ അവസാനം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ വാചകം ഒഴിവാക്കിയാൽ പൗരത്വ നിയമ ഭേദഗതിയോടുള്ള എൻ്റെ പാർട്ടിയുടെ നിലപാട് പറയാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവരുമായിട്ട് വാദിക്കുകയും ഒടുവിൽ മുസ്ലിം എന്ന പദത്തിന് പകരം ഒരു പ്രത്യേക മതവിഭാഗം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാമെന്ന് പറയുകയും ഒടുവിൽ ഞാനതിന് വഴങ്ങുകയും ചെയ്യേണ്ടി വന്നു. ഒന്നുകൂടി വ്യക്തത വരുത്തുകയാണെങ്കിൽ മുസ്ലിം എന്ന പദം അങ്ങ് മാറ്റുകയും പകരം ഒരു പ്രത്യേക മതവിഭാഗത്തോടുള്ള വിവേചനപരമായ നിയമമാണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുകയുമാണ് ഉണ്ടായത്. അതെ, അങ്ങനെ പറയുവാൻ നിർബന്ധിതമാക്കുകയും ചെയ്തു തന്നെ. അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് അവരത് റെക്കോർഡ് ചെയ്തതും അത് പിന്നീട് പ്രക്ഷേപണം ചെയ്തതും. എന്നാൽ അതേസമയം എൻ്റെ വാദമെന്ന് പറയുന്നത് BJPയുടെയും പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കന്മാർ രാജ്യമാസകലം പ്രസംഗിക്കുന്നത്, പരസ്യമായി പ്രസംഗിക്കുന്നത് മുസ്ലിം എന്ന പദം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ആ അർത്ഥത്തിൽ ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ, പാരമ്പര്യ സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് വീതിച്ചു കൊടുക്കാനാണ് ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നത് എന്ന് വരെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടും അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള ഞങ്ങളോട് കാണിച്ചിട്ടുള്ള ആ നിലപാട് അവരോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഒരു ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്ന നിഷ്പക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിന് വലിയ വീഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുള്ളത്. ഇതിൽ ഈ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രദ്ധയിൽ ഫോർവേഡ് ബ്ലോക്ക് പെടുത്തിയിരുന്നു. യെസ്, ഞാൻ നേരിട്ട് അവരോട് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇന്ത്യ മുന്നണി നേതാക്കന്മാർ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 10-ാം തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ പോയ സന്ദർഭത്തിൽ ഞാൻ ഈ വിഷയം അവരോട് പറയുകയും എനിക്കുണ്ടായ പേഴ്സണൽ അനുഭവം എന്ന നിലയിൽ തന്നെ ഞാനത് അവരോട് വിശദീകരിക്കുകയും ചെയ്തു. അതിന് യാതൊരു മറുപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ വെച്ച് പറഞ്ഞതുമില്ല. സമാനമായ പ്രതിസന്ധിയാണ് അല്ലെങ്കിൽ പ്രശ്നമാണ് സീതാറാം യെച്ചൂരി നേരിട്ടത്. അതെ, സീതാറാം യെച്ചൂരിയുടെ പ്രസംഗത്തിൽ ഈ പറഞ്ഞ മുസ്ലിം എന്ന് പറഞ്ഞ പദമല്ല, പകരം ഗവൺമെൻറ്റിൻ്റെ സ്വഭാവം വിശദീകരിക്കുന്ന ചില പദപ്രയോഗങ്ങളുണ്ടായിരുന്നു. ഏകാധിപത്യ സ്വഭാവം ഉണ്ടായി എന്നുള്ളത്, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ചില പദപ്രയോഗങ്ങൾ അതുപോലും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത നിയമങ്ങൾ. അതുപോലും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം സെൻസർ ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗവൺമെൻറ്റിനെ വിമർശിക്കുവാനുള്ള അവകാശമുണ്ട്. രാജ്യവും ഗവൺമെൻറ്റും ഒന്നല്ല. രാജ്യം ഒരു പെർമനൻ്റ് എൻറ്റിറ്റിയാണ്. ഗവൺമെൻറ് എന്ന് പറയുന്നത് 5 വർഷക്കാലത്തേക്ക് ജനം തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനം മാത്രമാണ്. ആ ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ ജനവിരുദ്ധമാണെങ്കിൽ അതിനെ വിമർശിക്കാനുള്ള അവകാശം ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അത് പ്രയോഗിക്കാനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ദൂരദർശനിലൂടെയും ഓൾ ഇന്ത്യ റേഡിയോയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്. അത് പാടില്ല എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്, അത് ഏകാധിപത്യമാണ്. തീർച്ചയായും ഈ ദേവരാജൻ പറയുന്നത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിരുന്നു. പക്ഷേ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുമുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. ഏതായാലും ഇത് ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമാക്കുവാനാണ് ഇടതു പാർട്ടികളുടെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളുടെയും ഒക്കെ തീരുമാനം. ദില്ലിയിൽ നിന്നും ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം B. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.